കൊച്ചിയിൽ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ. കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 73 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോളേജിന് മുന്നിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്കയൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. എന്താണ് സംഭവിച്ചത്? ഈ കോളേജ് അധികൃതരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എന്താണ്? രക്ഷിതാക്കൾ പറയുന്നത് എന്താണ് അമൽ? റീജിത്ത്, ഞാനിപ്പോഴുള്ളത് തൃക്കാക്കരയിലെ KMM കോളേജിലാണ്. ഈ കോളേജിലായിരുന്നു ഈ ഒരു NCC ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. 20 തൊട്ട് 29 വരെയുള്ള ക്യാമ്പായിരുന്നു. ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നടന്ന ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്നാണ് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതും 70ഓളം കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുമുള്ളത്. ഈ വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള ഈ ഭക്ഷ്യവിഷബാധയിൽ അങ്ങേയറ്റം വ്യാകുലരായിക്കൊണ്ടാണ് കുട്ടികളുടെ മാതാപിതാക്കൾ KMM കോളേജിന്റെ മുൻവശത്ത് വന്നു നിൽക്കുന്നത്. ഈ കുട്ടികളെ കാണണം എന്നുള്ള ആവശ്യത്തിന്റെ പുറത്താണ് ഇവരിവിടെ കൂടിയിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ രക്ഷിതാക്കൾക്ക് വളരെ വലിയൊരു ആശങ്കകളുണ്ട്. അല്ലെങ്കിൽ മോശം ഭക്ഷണമാണ് കുട്ടികൾക്ക് കൊടുത്തത് എന്നാണ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പറയുന്നത്. ചേട്ടാ, എന്തായിരുന്നു സംഭവം നടന്നത്? ഈ കുട്ടികൾക്ക് കൊടുത്ത ഭക്ഷണത്തിലുണ്ടായ കുഴപ്പം ഡീറ്റെയിൽസ് അറിയില്ല. കാരണം കുട്ടിക്ക് വയ്യാന്ന് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഭക്ഷണത്തിന്റെ മോശമായിരിക്കണമല്ലോ, അല്ലാതെ എങ്ങനെ വരണത്? ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല. ഈ ഭക്ഷണത്തിന് തനിയെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീസ് മേടിച്ചിരുന്നല്ലേ? ഉണ്ട്. ക്യാമ്പ് ഫീസ് ഉണ്ട്. 2400 രൂപ മേടിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും 2405 മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഫീസ് മേടിച്ച് കുട്ടികളെ കാണാൻ ഇപ്പോൾ താങ്കളുടെ കുട്ടി എങ്ങനെയാണ് എന്നല്ല അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അറിഞ്ഞിട്ടില്ല. ഔട്ട് പാസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് ഏതൊരു പാരന്റ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഡീറ്റെയിൽസ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നിലവിൽ ഹോസ്പിറ്റലാണോ ഇവിടെ ഉള്ളത്? ഹോസ്പിറ്റൽ ഉള്ളിലുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഇവർ ഗേറ്റ് അടച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അത് മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരില്ല, ഇത്ര പാനിക് ആർക്കും ആവില്ല. അങ്ങനെ തന്നെയാണ്. കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനുള്ള ആ ഒരു വ്യാകുലതയുടെ പുറത്താണ് മാതാപിതാക്കളെല്ലാം കോളേജ് ഗേറ്റിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവിടെ പോലീസുണ്ട്. പോലീസ് വിദ്യാർത്ഥികളെ കാണാനായിട്ട് ഇവിടെ ഉള്ള മാതാപിതാക്കളെ സമ്മതിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ പലതരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഈ കോളേജിൽ തന്നെയുള്ള മെസ്സിൽ നിന്നാണ് പാചകം ചെയ്തത്. പാചകം ചെയ്തപ്പോൾ തന്നെ ആ ചെയ്ത ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിൽ പലതരം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ തൊട്ട് ഈ പ്രശ്നം ഉയർന്നു വന്നതാണെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെ എല്ലാം വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചേട്ടാ, ഇന്നലെ തൊട്ട് ഈ പ്രശ്നം ഉണ്ടെന്നാണ് പലരും പറയുന്നത്, ഈ നാട്ടുകാരെല്ലാം പറയുന്നത്. അതറിയില്ല. ഇന്ന് വൈകിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മളത് വന്നതിന് കുട്ടി പുറത്തോട്ട് വന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് എന്താണ് സംഭവം എന്ന്. അവർ നേരിട്ട് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഈ കോളേജ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്തെങ്കിലും അറിയില്ലല്ലോ. നമുക്ക് അവരെയൊന്നും അറിയില്ല. നമ്മൾ ക്യാമ്പിൽ വന്നേക്കണല്ലേ, കോളേജ് അധികാരികൾ നമുക്ക് അറിയില്ലല്ലോ. ഇത് പറയേണ്ടത് അവരാണ്. നമുക്കറിയില്ല എന്താണ് കഴിച്ചതെന്നും എന്താ കൊടുത്തതെന്നും പറയേണ്ടത് അവരാണ്. നമ്മളിപ്പോൾ ഗേറ്റിന് പുറത്താണ് നിൽക്കുന്നത്. എന്താ അവസ്ഥയെന്ന് നമുക്കറിയില്ല. ഈ നിലവാരമില്ലാത്ത ഭക്ഷണം, വെള്ളം, ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഈ ഒരു കുടിക്കാൻ കൊടുത്തത്. പക്ഷേ ഭക്ഷണം നല്ലതല്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് കുട്ടികൾ. ഞാനിപ്പോൾ സംസാരിച്ച എൻ്റെ മോനുൾപ്പെടെയുള്ള മറ്റു വന്ന് കണ്ട കുട്ടികളെല്ലാം ഫുഡ് മോശമാണ് എന്നാണ് അവർ ഭയങ്കരമായിട്ട് പറയുന്നത്. ശരി, അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊച്ചിയിലാണ് NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധയുണ്ടായത്. കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. തുടർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു.